വണ്ടി വിട്ട് വന്നിട്ടുണ്ട് പോലെ. ഓക്കെ, താങ്ക് യു സാർ. രണ്ട് ദേവതന്മാരെ ശില്പങ്ങൾ കൊത്തിയിട്ടുണ്ട്. ഹായ് 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 ചെങ്ങന്മാരല്ലേ, ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആഹാ, ചെങ്ങന്മാരെ, അപ്പം ഞങ്ങൾ ഇന്നലെ ഇവിടെ കിടന്നുറങ്ങിയപ്പോൾ ഞങ്ങൾ ഒരുപാട് പേരെ പ്രതീക്ഷിച്ചതാണ്. പക്ഷേ എങ്കിൽ ഈ സുന്ദരമായ സ്ഥലത്ത് കിടന്നുറങ്ങുമ്പോൾ ആരും വന്ന് ശല്യം ചെയ്തില്ല. നിങ്ങൾക്ക് ശല്യമല്ല, ആരും വന്നില്ല. ഒരു കാക്കത്തിൽ രാവിലെ ഒന്ന് വട്ടം കറങ്ങി എന്നല്ലാതെ വേറെ ആരുമില്ല. പിന്നെ രാവിലെ തന്നെ എണീറ്റിട്ട് ഞങ്ങൾ കാണുന്ന കാഴ്ചയാണ് ഇവിടെ, എന്താ പറയുക, കൊയ്ത്താണ്. നെല്ല് കൊയ്യുന്നുണ്ട് പാടങ്ങളിൽ. ഇവിടെ അവിടെ കലയൊക്കെ കണ്ണെത്താ ദൂരത്തേക്ക് അങ്ങനെ നെൽകൃഷി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു വെള്ളം എടുത്തിട്ട് കൃഷി നനയ്ക്കുന്നുണ്ട്. അങ്ങനെ രാവിലെ കാണുന്ന കാഴ്ച തന്നെ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട കാഴ്ചകളാണ്, അല്ലേ? ഉന്മേഷം തരുന്ന കാഴ്ചയാണ്. പിന്നെ നമ്മളുടെ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ നമ്മൾ ത്രിപുരയിലേക്ക് കയറുക എന്നുള്ളതാണ്. അപ്പോൾ ത്രിപുരയിലേക്ക് കയറാൻ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, 25 കിലോമീറ്റർ അകലെയാണ് ത്രിപുര കിടക്കുന്നത്. 25 കിലോമീറ്റർ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ത്രിപുരയിലേക്ക് കയറാൻ വേണ്ടി പറ്റും. ത്രിപുരയിൽ നമ്മൾ ഉണക്കോടി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. ഉണക്കോടി പോയിട്ട് നമുക്കൊരു സംഭവം കാണാനുണ്ട്. ഉണക്കോടിയിൽ നിന്നും പിന്നെ ഇങ്ങോട്ട് എന്നുള്ളത് തീരുമാനിച്ചില്ല. ഇന്നലെ ഉണക്കോടിയിൽ എന്തെടുക്കാം എന്നുള്ളത് മാത്രമാണ് തീരുമാനിച്ചത്. ഇപ്പം തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത് ചായ കുടിക്കാം എന്നുള്ളതാണ്, അല്ലേ? ഇന്നലെ കുക്ക് വാങ്ങിയിട്ടുള്ള ബെന്നാണിത്. പോരാ, ബ്രെഡ് എന്താ അവസ്ഥ? പക്ഷേ ബെന്നെന്താ അവസ്ഥ? സ്റ്റോഫല്ലേ? സോഫ്റ്റ് അല്ലേ? സ്റ്റോഫല്ലേ? ഓക്കെ അല്ലേ? കട്ടൻ ചായക്കേ ഇതിന് സ്ട്രോങ്ങാ. ലൈറ്റ് അടിച്ചാൽ പോലും കാണൂല ഇതിൻ്റെ ഉള്ളിലേക്ക്. ഇത് ജന്നെയാണ് ഇതിന് കാരണക്കാരൻ. ചായ കുടിക്കാൻ നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് നമ്മൾക്ക് ഉച്ചയ്ക്കുള്ള ചോറുണ്ടല്ലോ, കറിയൊന്നുമില്ല. ഇന്ന് നമുക്ക് ചിക്കനും ഇതൊക്കെ കൂട്ടാനുള്ള റങ്കില്ലേ? ഇല്ല, എനിക്കുണ്ട് അല്ലേ? അപ്പം എന്നാൽ റങ്ക് പ്രകാരം ഇന്ന് എന്തെങ്കിലുമൊക്കെ ഒരു കറി വെക്കാൻ, ഒന്നില്ലെങ്കിൽ നമ്മളുടെ 4 കാലിലെ കൊയ്യോ ചിക്കനോ, പിന്നെ ബീഫ് ഇവിടെ കിട്ടാത്തതുകൊണ്ട്, കിട്ടായി ഒന്നല്ല, നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അത് ഇവിടെ എവിടെയും കിട്ടും, ഇവിടെ ഇന്ത്യയിലെവിടെയും കിട്ടും. അങ്ങനെ തന്നെ പറയും. എന്തേ? കാരണം നമ്മൾ അതൊക്കെ പറയും, അത് കിട്ടും ചെങ്ങന്മാരെ. അത് എന്താ വെച്ചാൽ അതിൻ്റേതായിട്ടുള്ള രീതിയിലൊന്നും നീങ്ങിയാൽ കിട്ടും, സാധനം കിട്ടും. നമുക്ക് വേണമെങ്കിൽ നമ്മൾ ആ രീതിയിൽ നീങ്ങണം. പക്ഷേ എങ്കിൽ ഇപ്പോൾ ഈ നേരമായി, ഇപ്പോൾ തന്നെ സമയം 8 മണി. 8 മണിക്കൊന്നും നമ്മൾ വെറുതെ ശ്രമിച്ചിട്ട് കാര്യമില്ല. ഉണ്ടാക്കിക്കാരുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ചണ്ടി ചിരക്കൊക്കെ കിട്ടാം. അതുകൊണ്ട് നമുക്ക് വേണ്ട. പിന്നെ നമ്മളിനി ഹോട്ടലിലൊക്കെ പോയി ചോദിക്കുകയാണെങ്കിൽ ഇവിടെ ആസാമിൽ പ്രശ്നമൊന്നുമില്ല. ഉണ്ടെങ്കിൽ അവർ തരും, മിക്കവാറും അവർ തരില്ല. കാരണം എന്താ വെച്ചാൽ അവർ ഈ പറഞ്ഞ പോലീസുകാരോ അല്ലെങ്കിൽ ഒറ്റുകാരൊക്കെയാണ് എഴുതിയിട്ട് തരൂല. നമ്മൾ അന്യ സംസ്ഥാനക്കാരാണ് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളോട് ഫസ്റ്റ് നമ്മൾ ഇവിടെ പോയപ്പോഴും ഇല്ലയെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതേപോലെ തന്നെ പിന്നെ നമ്മളിങ്ങനെ ടൂറിസ്റ്റാണെന്നൊക്കെ അറിയുമ്പോൾ പിന്നെ അവർ അങ്ങോട്ട് തരികയാണ്. ഏതായാലും അതൊന്നും വേണ്ട, നമുക്ക് ചിക്കൻ കിട്ടും. കുറച്ച് ചിക്കൻ തിന്നിട്ട് ഇപ്പോൾ കുറച്ച് ദിവസം, അതായത് ഇന്നലെ നമ്മൾ ചിക്കൻ തിന്ന്, നമ്മളെ കുക്കർ ചിക്കൻ ആയിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി. അപ്പം ഞങ്ങളുടെ കുക്കർ ചിക്കൻ വെച്ചിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ ചിക്കൻ വാങ്ങണം. ചിക്കൻ വാങ്ങിയിട്ട് ചിക്കൻ കറി വെച്ച് ഉച്ചയ്ക്ക് ചോറിനണം. രാത്രിക്കുള്ള കറി അത് തന്നെയാണ്. പറ്റുവാണെങ്കിൽ കുറച്ച് ഏറെ വാങ്ങാം, മറ്റന്നേക്കുള്ളതും കൂടി അതിൻ്റെ ആയിക്കോട്ടെ. മനസ്സിലായെങ്കിൽ 1 കിലോ വാങ്ങി ഏറും, 4 ഏറും. 1/2 കിലോ തന്നെ നമുക്ക് കുറച്ച് ബാക്കിയാണ്. നമ്മൾ പിന്നെ അടുത്ത് തിന്നണത്. 1/2 കിലോ തന്നെ ബാക്കി. അപ്പോൾ 1 കിലോ വേണ്ട, നമുക്കൊരു അരൻ്റെ മേലെ ഒരു 750 ഒരു 750 അടിക്കാം. സന്തോഷ വാർത്ത, വണ്ടി തള്ളണം, അല്ലേ? വണ്ടി തള്ളിയാലേ പോരുള്ളൂ. ആ ഡോറൊക്കെ ക്ലോസ് ചെയ്യും. ഇവിടെ എന്താ വെച്ചാൽ ഇവിടെ നിന്ന് ഇങ്ങനെ പോകുന്ന കിട്ടിയാൽ മതി. ഞങ്ങൾ രണ്ടാളും തള്ളേണ്ടി വരും. ഓനെ കൊണ്ട് ഒറ്റയ്ക്ക് എന്തായാലും കഴിയില്ല. തള്ളിയിട്ട് നമ്മൾക്ക് അവിടെ എത്തിക്കണം. ആ ഒരു പോയിന്റിൽ, ഈ ഒരു പോയിന്റിൽ എത്തിയിട്ട് റിവേഴ്സ് കളയണം. അങ്ങനെ ചെയ്യാം. അങ്ങനെ ആകുമ്പോഴേ നടക്കുള്ളൂ കേട്ടോ രാകേഷേ. നീ ഡോറ് ക്ലോസ് ചെയ്യട്ടെ. ആക്കണം. ഇനി ഇവിടുന്ന് വെല്ലം എടുക്കണം. എങ്ങനെ നല്ല ദമ്മ് തള്ളേണ്ടി വരും. ഇവിടെ ഈ ഒരു ഏരിയ മാത്രം, ഇവിടെ കുറച്ച് പുല്ല് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടേ കുറച്ച് റിസ്ക്കാണ്.
ഇതേപോലെ ഓട്ടോ ചെയ്തോളി. ഞങ്ങൾ പണ്ട് ഇതേപോലെ ഓട്ടോറിക്ഷ ആയിരുന്നു തള്ളിയിരുന്നത്. ഏത് വണ്ടിയാണെങ്കിലും തള്ളു നമുക്കുണ്ട് അല്ലേ? പറയുമ്പോൾ ഇന്നലെ ഇൻവെർട്ടർ പോലും കാര്യമായ രീതിയിൽ ഞങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. കാര്യമായ രീതിയല്ല, ഇന്നലെ നമ്മൾ പിന്നെ ഉപയോഗിച്ചില്ല അല്ലേ? പക്ഷേ ബാറ്ററി ചാർജ് ആവാനുള്ള സമയം കിട്ടിയില്ല. ഇനി ഇവിടെ നമ്മൾ റിവേഴ്സ് തള്ളിയിട്ട് സ്റ്റാർട്ടാക്കണേ. റിവേഴ്സ് തള്ളി സ്റ്റാർട്ടാക്കുകയാണ്. കിട്ടൂലേ? കിട്ടാനുള്ള ഗ്യാപ്പൊക്കെ ഉണ്ട്. നല്ല ഗ്യാപ്പാ. ഇവിടെ കട്ടെ ക്യാമറ നിങ്ങൾക്ക് ശരിക്കും കാണാൻ വേണ്ടി പറ്റും. നോക്കല്ലോ ഡേ ഫ്രണ്ടിന്നേ ഇവിടുന്ന് ഇങ്ങനെ തള്ളിക്കോട്ടോ. അപ്പോഴേ കറക്റ്റ് ദമ്മിൽ പോകുള്ളൂ. ഒറ്റക്കാളുവോ? ആക്കല്ലേ? ഓക്കെ അല്ലേ? അതില്ല അതില്ല. ആ ഈ ദൗത്യം പാളാൻ കാരണം ഞാനാണ്. കാരണം കിട്ടനെ കൊണ്ടിട്ടോ. അറ്റംപ്റ്റ് നമ്പർ 2. ഓക്കെ ഓക്കെ അല്ലയാ ചാവിയൊക്കെ വേണം. പൂർണ്ണമായിട്ട് സക്സസ് ആയിരിക്കുന്നു. ഒറ്റ തള്ളലുകൊണ്ട് ഇപ്പോൾ ചായ നേരത്തെ ഓണാക്കിയില്ല. കയറി പോയി ഓയിലൊക്കെ നോക്കണ മാതിരി. ഇപ്പം ഇതും തന്നെ എന്നും നോക്കണമെന്നില്ല, നോക്കിയാൽ നല്ലത് അല്ല. ഡൈനോക്ക് ഓക്കെ അല്ലേ? ഡൈനോ വല്ല ഇറങ്ങുന്നത് അല്ലേ? പാക്ക് ചെയ്യാം. രാവിലെ അത്ര നേരത്തെ അല്ലെങ്കിലും ഈ റോഡ് വളരെ ഒഴിവാട്ടോ. നല്ല ഒഴിഞ്ഞ് കിടക്കുവാണ്. സുഖസുന്ദരമായിട്ട് നമുക്ക് പോകാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇപ്പോ ഇവിടുത്തെ ഒരു തണുപ്പ് കാലം ആയതുകൊണ്ട് തന്നെ ഇപ്പൊ തണുപ്പ് ഇങ്ങനെ കുറഞ്ഞു വരുവാണ്. പിന്നെ ഒരു വൈകിട്ടൊരു 4-5 മണി ആയി കഴിഞ്ഞാല് തണുപ്പ് കൂടും. രാത്രിയിൽ സത്യം പറഞ്ഞാൽ നമുക്ക് ഒരു ജാക്കറ്റ് എന്തെങ്കിലുമൊക്കെ ഇല്ലാതെ ഒന്നും പുറത്തിറങ്ങി നിൽക്കാൻ വേണ്ടി കഴിയില്ല. പിന്നെ റോഡും കുഴപ്പമില്ല. ഇനിയിപ്പോ ത്രിപുരത്തെ റോഡ് എന്താ അവസ്ഥ അറിയില്ല. നമ്മളിപ്പോ ഒരു പറഞ്ഞ പോലെ 10 കിലോമീറ്റർ 25 കിലോമീറ്റർ കഴിഞ്ഞാൽ കയറാൻ വേണ്ടി പോവാണല്ലോ. അപ്പൊ ത്രിപുരത്തെ അവസ്ഥ എന്താ അറിയില്ല. വണ്ടി കുറച്ച് കണ്ട് നിർത്തി നോക്കണം നമുക്ക്. അതായത് ഒരു 1 മണിക്കൂറൊക്കെ റൺ ചെയ്തിട്ട്, മണിക്കൂർ റൺ ചെയ്താൽ നമ്മൾ ത്രിപുരയും കഴിഞ്ഞ് നമ്മൾ എത്തേണ്ട ഉനകോടിയിലേക്ക് എത്തും. ഉനകോടിയിലേക്ക് എത്തിയിട്ട് നമുക്കൊന്ന് നോക്കണം എന്താണ് വണ്ടിന്റെ അവസ്ഥ എന്നുള്ളത്. ഓഫാക്കി സ്റ്റാർട്ട് ആവുമോ ഇല്ല എന്നുള്ളത് ഇറക്കത്ത് നിർത്തിയിട്ട് മറ്റേ പണിയാവും. എന്തുകൊണ്ടാണ് നമ്മൾ കണ്ടുപിടിക്കൽ നിർബന്ധം. ഇതിന്റെ എല്ലാ പണിയും ഞങ്ങൾ തന്നെ കേട്ടോ. ഞങ്ങൾ ഏറ്റെടുത്തു. കൊറേയൊക്കെ വർക്ക്ഷോപ്പ് നമ്മളെ കൊണ്ട് പറ്റാത്ത സംഭവങ്ങളൊക്കെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകുന്നതന്നെ ഉള്ളൂ. അല്ലാത്ത സംഭവങ്ങളൊക്കെ ഇപ്പൊ നമ്മൾ തന്നെ കെട്ടി മുറുക്കി അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ പോകുന്നൊരു വാൻ ലൈഫാണ് ഞങ്ങളുടെ വാൻ ലൈഫ് എന്ന് പറയുന്നത്. എന്താ പറയാ, ഒരു നാട്ടില് യാത്ര കഴിഞ്ഞ് വന്നിട്ട് ഓട്ടോറിക്ഷയായിട്ട് ഞങ്ങൾ ഉത്തർപ്രദേശ് വരെ പോയൊരു യാത്ര പോയി. അതിൽ രാജസ്ഥാനിൽ വെച്ച് ഞങ്ങൾ ഉത്തർപ്രദേശ് വരെ പോയി. അതായത് വാരണാസിയിലേക്കാണ് ഞങ്ങളുടെ ലക്ഷ്യം. വാരണാസിയിലേക്ക് ലക്ഷ്യം വെച്ച് യാത്ര തിരിച്ച ഞങ്ങള് വാരണാസി കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊരു മോഹം, അത് അതിമോഹമായിരുന്നു എന്ന് ഞങ്ങൾക്ക് പിന്നീട് തോന്നി. ഞങ്ങളുടെ മോഹം ഓട്ടോറിക്ഷയും കൊണ്ട് മണാലിയിലേക്ക് പോവുക എന്നുള്ളതായിരുന്നു. ഞങ്ങൾ തന്നെ ഞങ്ങളുടെ ആഗ്രഹപ്രകാരം ഞങ്ങൾ മണാലിയിലേക്ക് ഓട്ടോറിക്ഷ തിരിക്കുകയും പോകുന്ന വഴിയിൽ ലാൻഡ് സ്ലൈഡിങ് കാര്യങ്ങളൊക്കെയാണെന്ന് മണാലിയിൽ കുറച്ച് പ്രശ്നമാണെന്ന് അന്ന് ആ ഒരു ടൈമാണ്, മഴക്കാലം. അപ്പോ ഞങ്ങള് റൂട്ട് ചേഞ്ച് ആക്കി. ഇപ്പൊ മണാലിന്ന് ഏതായാലും വേണ്ട, നമ്മൾ വെറുതെ റിസ്ക് എടുത്തിട്ട് കാര്യമില്ല. റിസ്ക് എടുക്കുക എന്നുള്ളതല്ലല്ലോ, നമ്മൾ നമ്മുടെ സേഫ്റ്റിയും കൂടി. കാരണം വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങുമ്പോൾ പറയുന്ന വീട്ടുകാരോട് ഞങ്ങൾ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മളെല്ലാവരും ഓരോ യാത്ര പോകുന്നത്.
അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അപകടം ഉണ്ട് അവിടെ എന്ന് മനസ്സിലാക്കിയിട്ട് വീണ്ടും അങ്ങോട്ടേക്ക് പോകുക എന്നുള്ളത് അത്ര ശാശ്വതമല്ല, അതത്ര നമുക്ക് സുരക്ഷിതത്വം അല്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ അവിടുന്ന് രാജസ്ഥാനിലേക്ക് യാത്ര തിരിക്കാം. രാജസ്ഥാനിലേക്ക് യാത്ര തിരിക്കുമ്പോൾ രാജസ്ഥാനിൽ ജയ്പൂരിലേക്ക് ആണ് ഞങ്ങൾ ഫസ്റ്റ് എൻട്രി ആവുന്നത്. ജയ്പൂർ ടൗണിലേക്കാണ്. ജയ്പൂർ ടൗണിലേക്ക് എത്തുന്നതിന്റെ ഏതാനും കിലോമീറ്റർ, അതായത് ഒരു 4-5 കിലോമീറ്റർ മുമ്പായിട്ട് ഞങ്ങൾ ഒരു പെട്രോൾ പമ്പിൽ സ്റ്റേ ചെയ്യാൻ കരുതി. അന്നൊക്കെ ഓട്ടോറിക്ഷയിൽ കിടക്കുമ്പോൾ ഞങ്ങൾ ഇത്തരം ഒഴിഞ്ഞ സ്ഥലങ്ങളിലൊന്നും കിടക്കാറില്ല. ഞങ്ങൾ കിടക്കുന്നത് വല്ല പെട്രോൾ പമ്പില്, ധാബകളില്, ആൾക്കാരുടെ ഉള്ള ആളുകളുടെ പ്രസൻസിൽ മാത്രമാണ് ഞങ്ങൾ കിടന്നിരുന്നത്. കാരണം ഞങ്ങൾക്ക് അത് ഓട്ടോറിക്ഷ ആയതുകൊണ്ട് ഒരു ലോക്ക് കാര്യമൊന്നുമില്ലല്ലോ. നമ്മുടെ സാധനങ്ങളൊക്കെ ആർക്കും വന്ന് എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി പറ്റും. അപ്പൊ നമ്മളാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ നമ്മുടെ കയ്യിൽ ഉണ്ടാവുള്ളൂ, ആവശ്യ സാധനങ്ങളായിട്ട് ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങള് അങ്ങനെ ഒരു പമ്പ് അന്വേഷിച്ച് പമ്പ് നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങള് രാജസ്ഥാന്, അതായത് ആഗ്ര ജയ്പൂർ ഹൈവേയിൽ നിർത്തിയിട്ട് ഞങ്ങൾ പമ്പ് നോക്കുവാണ്. ആ ഒരു പമ്പ് നോക്കുന്ന സമയത്ത് ഞാൻ മൊബൈലുമായിട്ട് റോഡിന്റെ അരികിൽ നിൽക്കുകയും എൻ്റെ കയ്യിൽ നിന്ന് രാജസ്ഥാനിലെ 2 കള്ളന്മാര് എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ മൊബൈൽ അടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. കാരണം ഞങ്ങളുടെ യാത്ര എന്ന് പറയുന്നത് അധികം ഫണ്ട് സ്വരൂപിച്ചുള്ള യാത്ര ഒന്നും ആവില്ല. ഞങ്ങൾക്ക് കിട്ടുന്ന യൂട്യൂബ് വരുമാനം, അതുപോലെ തന്നെ ഞങ്ങൾക്കുള്ള ചെറിയ ചെറിയ സ്പോൺസർമാരുടെ സഹായമൊക്കെ, അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ യാത്ര ഞങ്ങൾ പോവാറ്. അങ്ങനെ പോകുന്നത് കൊണ്ട് തന്നെ ഞങ്ങളുടെ വണ്ടിയുടെ മോഡൽ ഞങ്ങൾ നോക്കാറില്ല. അന്ന് ആ വണ്ടി 2007 മോഡലാണ്, 2006 മോഡലാണ് ഞങ്ങളുടെ ഓട്ടോറിക്ഷ. ആ വണ്ടി തന്നെ അതിന്റെ മോട്ടർ കാര്യങ്ങളൊക്കെ കംപ്ലൈന്റ് ആയി. എന്നാലും ആ വണ്ടി ഞങ്ങളെ കാര്യമായ രീതിയിൽ പിന്നീട് കൊടുക്കിയിട്ടൊന്നുമില്ല. ഇതുപോലെ എന്താ പറയാ, ചീറ്റലായിട്ടില്ല. ഈ ഒമിനി ലൈഫ്, വാൻ ലൈഫിലേക്ക് വന്നപ്പോൾ ഒമിനി നമ്മൾക്ക് പല വർഷങ്ങൾ തരുവാണ്. ഒരു പ്രശ്നം തന്നെ പലവട്ടം തരുവാണ്. അത് പരിഹരിച്ചിട്ട് വീണ്ടും ആ പ്രശ്നം തന്നെയാണ് നമുക്ക് വരുന്നത്. അപ്പൊ അത്തരത്തിൽ ഓട്ടോറിക്ഷയിൽ അത്തരത്തിൽ പ്രശ്നമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുന്നത് ഞങ്ങൾക്ക് വളരെ ഇഷ്ടമായിരുന്നു. അങ്ങനെ ഞങ്ങൾ രാജസ്ഥാനിൽ നിന്നും ഞങ്ങൾ തീരുമാനം എടുക്കുകയാണ്, യാത്ര അവസാനിപ്പിച്ചേ പറ്റൂ. കാരണം ഞങ്ങളുടെ കയ്യിൽ പിന്നീട് മുന്നോട്ട് പോകാനുള്ള പൈസ ഇല്ല. വീഡിയോ ഓൾറെഡി പെൻഡിങ് ആണ്. അപ്പൊ നമ്മളുടെ പ്രേക്ഷകരെ അറിയിക്കാനൊന്നും സാധ്യമല്ല. പിന്നെ ഞങ്ങൾക്ക് ഹെൽപ്പ് ആക്കിയിരുന്ന ആളുകൾ അവർ യാത്രയിലാണ്. അപ്പൊ അവരെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ടെന്ന് കരുതി ഏതായാലും 10-60 ദിവസം യാത്രയായി. എന്നാൽ പിന്നെ തിരിക്കാന്ന് കരുതി ഞങ്ങൾ അങ്ങനെ രാജസ്ഥാനിൽ നിന്നും നാട്ടിലേക്ക് യാത്ര തിരിച്ചു. മൊബൈൽ പോയി, ഉള്ള പൈസക്ക് ഒരു മൊബൈൽ വാങ്ങി. അതാണ് അതിൽ സംഭവിച്ചത്. അതായത് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന 10-30,000 റുപ്യക്ക് അതിൽ 20,000 രൂപ മുടക്കിയിട്ട് ഞങ്ങളൊരു മൊബൈൽ വാങ്ങി. ആ മൊബൈലാണ് ഇന്ന് പിറ്റി കയ്യിലുള്ള ഈ ഒരു മൊബൈൽ എന്ന് പറയുന്നത്. അങ്ങനെ ഈ ഒരു മൊബൈൽ വാങ്ങിയതിന് ശേഷമാണ് നമ്മളുടെ വീഡിയോകളൊക്കെ അന്ന് വന്നത്. അന്ന് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഞങ്ങള് യാത്രയിൽ അനുഭവിക്കാത്ത അത്രയും വലിയൊരു ദുർഘടം പിടിച്ച ഒരു സമയമായിരുന്നു ആ ഒരു സമയം എന്ന് പറയുന്നത്. അത്രയും മോശപ്പെട്ട ഒരു സമയം ഞങ്ങൾക്ക് ഇതുവരെ യാത്രയിൽ ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞ് അവിടുന്ന് പിന്നെ നാട്ടിലേക്ക് വന്നപ്പോൾ ഞങ്ങൾ ഈ മണാലിയും അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് ഭാഗങ്ങളിലൊക്കെ പോരാൻ വേണ്ടിയിട്ട് ഓട്ടോറിക്ഷ നമ്മൾക്ക് ശാശ്വതമാവില്ല. അതായത് ഇവിടുത്തെ ക്ലൈമറ്റ് കാര്യങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഓട്ടോറിക്ഷ നമ്മൾക്ക് എന്താ പറയാ, അതിജീവനത്തിന് അല്ലെങ്കിൽ യാത്രാ ജീവിതത്തിന് അത് നമുക്ക് ഒതുങ്ങുന്ന ഒരു സംഭവമല്ല. ഒറ്റയടിക്ക് നമ്മളൊരു ഊട്ടി പോയി പോരുന്നത് പോലെയല്ലല്ലോ. നമ്മൾ ദിവസങ്ങളോളം ഓട്ടോയിൽ കിടന്ന് യാത്ര ചെയ്യുമ്പോൾ നമ്മൾക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് വന്നേക്കാം എന്നുള്ളത് കൊണ്ടും പിന്നെ കുറച്ചും കൂടി പെട്ടെന്ന് സ്പീഡിൽ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഞങ്ങൾ ഒരു വണ്ടി എടുക്കാന്ന് കരുതി. അങ്ങനെ പല വണ്ടികളും തെരഞ്ഞു, ഇഷ്ടം പോലെ വണ്ടികൾ ഞങ്ങൾ തെരഞ്ഞു. ആ തെരഞ്ഞ കൂട്ടത്തിൽ ഞങ്ങൾ പല വണ്ടികളും തെരഞ്ഞെടുത്തത് ഓട്ടോറിക്ഷ ഞങ്ങൾ അതിൽ വെച്ചാറുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ ഈ ഒരു ഒമിനിയിലേക്ക് എത്തുന്നത്. ഒമിനി തെരഞ്ഞതിന്റെ ഫ്രണ്ടിന്റെ വണ്ടിയാണ്. അവൻ പറഞ്ഞോട് ബോഡി വലിയ ഫിറ്റ് ഒന്നും അല്ലെങ്കിലും ഇഞ്ചൻ പക്കയാണെന്ന് പറഞ്ഞു. എനിക്കും വേണ്ടത് അതാണ്. എനിക്ക് ബോഡി കുറച്ച് വീക്ക് ആയാലും കുഴപ്പമില്ല, ഇഞ്ചൻ പക്ക ആയിരിക്കണം എന്നുള്ളത് എനിക്കൊരു നിർബന്ധം ഉണ്ടായതുകൊണ്ട് തന്നെ വണ്ടി ഞാൻ പോയി കാണുക, വണ്ടിയുടെ ഇഞ്ചൻ പരമായിട്ട് കാര്യങ്ങളൊക്കെ നോക്കുകയും ചെയ്തപ്പോൾ വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ ഈ വണ്ടി ഒരു 10-60,000 രൂപയ്ക്കാണ് അന്ന് എടുക്കുന്നത്. അതായത് ഇതിന്റെ മോഡൽ എന്ന് പറയുന്നത് 2007 ആണ്. ഇത് തന്നെ 2007 മോഡൽ വണ്ടിയാണ്. അങ്ങനെ ഞാൻ ആ ഒരു വണ്ടി അന്ന് സ്വന്തമാക്കി. അതിനുശേഷം ഞങ്ങൾ ഇതിലേക്ക് വേണ്ട സംഭവം കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തു. പിന്നീട് ഞങ്ങൾ കാര്യമായിട്ടുള്ള ഒരു പണി നമ്മളെ വണ്ടിക്ക് എടുത്തുള്ളൂ. നമ്മളെടുത്തത് എന്താ, നമ്മുടെ ഒരു ടയർ പോലും നമ്മൾ മാറ്റിയിട്ടില്ല. അലൈൻമെന്റ് ചെക്ക് ചെയ്തു, വെൽഡ് ചെയ്യാൻ എന്തെങ്കിലും വെൽഡ് ചെയ്തു. അതുപോലെ തന്നെ പിന്നെ നമ്മളടുത്ത് സ്റ്റിക്കർ വർക്ക്, പിന്നെ ഇതിലേക്ക് കിടക്കാനുള്ള സെറ്റപ്പ്, അതിലേക്ക് നമ്മൾക്ക് ഓട്ടോറിക്ഷയിൽ പോയെന്ന് നമ്മൾ എന്തൊക്കെയാണോ കൊണ്ടുപോയിരുന്നത് അത്തരം സാധനങ്ങൾ എടുത്ത് ഞങ്ങൾ യാത്ര തിരിച്ചു.
അങ്ങനെ ഞങ്ങൾ യാത്ര തിരിച്ചിട്ട് ഇന്ന് ഇപ്പൊ ഞങ്ങള് 11ാമത്തെ സംസ്ഥാനത്തേക്ക് കയറാൻ വേണ്ടി പോവാണ്. 11ാമത്തെ സംസ്ഥാനത്തേക്ക് ഞങ്ങൾ ഈ ഒരു വണ്ടിയായിട്ട് പോകാൻ വേണ്ടി പോവാണ്. അത് ഇനി ഏതാനും നിമിഷങ്ങൾ ബാക്കി നിൽക്കുക 11ാമത്തെ ഞങ്ങളുടെ സംസ്ഥാനം ഞങ്ങൾ യാത്ര തിരിച്ചിട്ട് കേരളം അടക്കം കൂട്ടിയിട്ടാണ് 11ാമത്തെ സംസ്ഥാനം നമ്മൾ പറയുന്നത്. ഏതായാലും വഴിയിൽ പലതരം പ്രതിസന്ധികൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടാവാം, ഇനിയുണ്ട്. അതിനൊക്കെ നമ്മൾ തരണം ചെയ്യും. പ്രശ്നം വരും എന്ന് പ്രശ്നം വരുന്നവരെ പേടിച്ചാൽ മതി എന്ന് പറയും. പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒരിക്കലും പ്രശ്നത്തെ പേടിക്കരുത്, ധൈര്യമായിട്ട് മുന്നേറണം. അതിൽ ന്യായമോ അന്യായമോ എന്നുള്ളതില്ല, അത് നമ്മളുടെ പ്രശ്നമാണ്. അവിടെ വിജയം നമ്മളത് മാത്രമായിരിക്കണം എന്ന് മാത്രമേ ചിന്തിക്കാൻ പാടുള്ളൂ എന്നാണ് ഗുരു ചാണക്യൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ 11ാമത്തെ സംസ്ഥാനത്തേക്ക് കയറാൻ വേണ്ടി പോവാണ് സുഹൃത്തുക്കളെ. തേയില അല്ലേ? അതെ, ഇപ്പൊ നമ്മളത്തെ ധാരണം ചെയ്തു തരുന്നുണ്ട്. അപ്പൊ നമ്മളവിടുത്തെ അതേ മോഡലിലാണ്, അതായത് കുന്നുമ്മലാണ് തേയില ചെയ്തിട്ടുള്ളത്. ഇത് NH ആട്ടോ, NH 208A ആനന്ദ കൊടുക്കണം അല്ലെ, 208A അതാണ് ഈ ഒരു NHന്റെ പേര്. പക്ഷേങ്കിൽ ഇത് സത്യം പറഞ്ഞ ആസാമിന്റെ ഗ്രാമീണങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒരു NH എന്ന് വേണമെങ്കിൽ പറയാം. നാഷണൽ ഹൈവേ ആണ്. നാഷണൽ ഹൈവേയിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കണം. തിരക്കൊന്നുമില്ല, നല്ല റോഡാണ്, സുഖമായിട്ട് പോകാമല്ലോ. സുഖമായിട്ട് പോകാൻ വേണ്ടി പറ്റും. പിന്നെ ഈ പറഞ്ഞ പോലെ അപ്പുറത്തും ഇപ്പുറത്തും നല്ല തേയിലക്കാട്, അതൊക്കെ വെട്ടിയ തേയിലയാണ്. അവിടെ ഇവിടെ ആയിട്ടുള്ളൂ, അവിടെ ഇവിടെ ആയിട്ടുള്ളൂ. കൊള്ളാം. പിന്നെ ഇപ്പുറത്തുണ്ട് അത്യാവശ്യം ഉൾവഴിയാണല്ലേ. ഇതൊന്നും അടുത്ത കാലത്ത് ഇപ്പൊ അടുത്തെന്ന് പറയാൻ 30 കൊല്ലത്തിന് ഈ റോഡൊന്നും ഒരു 4 ലൈൻ പാത ആവാനുള്ള സാധ്യത ഇല്ല അല്ലേ? നല്ല കുഴപ്പമൊന്നും ഈ റോഡിന് ഇല്ല, എത്ര രണ്ട് വണ്ടികളും ഇല്ല. പിന്നെ അത് എന്തിനാണ് നാഷണൽ ഹൈവേ ആക്കിയതെന്നാണ്. മെച്ചനായിക്കോട്ടെ ചെയ്തേ, ആക്കുമ്പോ ഒരു പ്രൗഢിക്ക് കിടക്കട്ടെ കുതിരപ്പാൻ അല്ലേ? ഇത് ആരായിട്ട് ഡബർ ഇല്ലടാ, ഡബർ കൃഷി ഉണ്ടല്ലേ? റബ്ബർ ഇതിൽ നന്നായിട്ടുണ്ട് പറഞ്ഞ പോലെ. ആസാമില് റബ്ബർ ഇല്ലാന്ന് പറയുന്നത്. ആസാമില് നമ്മൾ ഇതിന്റെ മുമ്പ് റബ്ബർ കണ്ടിക്കണ്. അത് അരുണാചലിൽ തവാങ്ങിലേക്ക് പോകുമ്പോ അത് നമ്മൾ കണ്ടിരുന്നു റബ്ബർ. ഇപ്പൊ ഇവിടെ എന്താ ധാരാളമായിട്ട് ഒരു സൈഡ് ഫുള്ളായിട്ട് റബ്ബർ ചെയ്തിട്ട്, റബ്ബർ ഇല്ലാന്നൊന്നും കരുതരുത്. കേരളത്തിൽ മാത്രമല്ല റബ്ബർ ഉള്ളത്, അതെ ആസാമിലും റബ്ബറുണ്ട്. ആ കാണുന്ന ആ ഒരു ബോർഡ് ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് എവിടെയാണ്? ത്രിപുരയിലാണ്. ഞങ്ങളുടെ 11ാമത്തെ സംസ്ഥാനത്തിലേക്ക് ഞങ്ങൾ കയറിയിരിക്കുകയാണ്. ഇവിടെ പോലീസ് കാര്യങ്ങളൊക്കെ ചെക്കിങ് അല്ല, നമ്മുടെ ഇത് ഇവിടെ ചെക്ക് പോസ്റ്റാണ്. ഒരു മുളവടി കണ്ടപ്പോൾ അവർ നിർത്തിച്ചിട്ട് നമ്മുടെ ചാനൽ കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ വണ്ടി നമ്പർ, മൊബൈൽ നമ്പർ, പേര്, ഇത്ര സംഭവങ്ങൾ അവർ വാങ്ങിക്കുന്നുണ്ട്. എന്താ അറിയില്ല, എന്തായാലും നമ്മൾ പോകാൻ വേണ്ടി പറഞ്ഞു. എത്ര ദിവസം ഉണ്ട് ഇവിടെ വെച്ച്? ഞാൻ പറഞ്ഞു ഒരാഴ്ച, മാക്സിമം ഒരാഴ്ച അതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ അല്ലേ? ഏതായാലും ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണെങ്കിൽ ഇവിടുത്തെ റോഡൊക്കെ എന്താ അവസ്ഥ, എങ്ങനെയാണ്, ത്രിപുരയുടെ കാഴ്ചകളൊക്കെ കാണാം. വണ്ടി വിട്ട് വന്നിട്ടുണ്ട് പോലെ. ഓക്കെ, താങ്ക് യു സാർ. ഞാനവരെ വണ്ടിയൊക്കെ ചെക്ക് ചെയ്യാനുണ്ടപ്പോളേ സംഭവം നമ്മളടുത്തൊന്നുമില്ല, പക്ഷേങ്കില് അവരുടെ ആ ചെക്കിങ് കാര്യങ്ങൾ കണ്ടപ്പോ ഒരു ഭയങ്കര സംഭവമാണ്. കാണണം. പക്ഷേങ്കില് നമ്മൾ കേരളത്തിൽ നിന്നാണെന്നും യൂട്യൂബേഴ്സ് ആണെന്നും യാത്ര ചെയ്യുന്ന ആളുകളാണെന്നൊക്കെ അറിഞ്ഞപ്പോ, ടൂറിസ്റ്റ് ആണെന്നൊക്കെ അറിഞ്ഞപ്പോ അവര് സോഫ്റ്റ് ആയി. അവരും അറിയാണ് നിങ്ങളിപ്പോ നിൽക്കുന്നത് ആസാമിന്റെയും ത്രിപുരയുടെയും ബോർഡറിലാണ്, എന്തുകൊണ്ട് നിങ്ങൾ ഇവിടുന്ന് വീഡിയോ എടുക്കുന്നില്ല? വീഡിയോ ഇവിടുന്ന് എടുക്കണം, ഞങ്ങൾ എടുക്കണ്ട, അവരെടുക്കണ്ടെന്ന് പറഞ്ഞവര്. നിങ്ങൾ ഇവിടുന്ന് വീഡിയോ എടുക്കണം. അങ്ങനെ ഞങ്ങൾ ത്രിപുരയുടെ മണ്ണിലൂടെ സഞ്ചരിക്കുകയാണ് ചങ്ങന്മാരെ. എന്താ പറയാ, അങ്ങനെ ന്യൂസുകൾ മാത്രം അല്ലെങ്കിൽ ടെലിവിഷൻ, പത്രങ്ങളിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ മാത്രം കേട്ടിരുന്ന പേര് ത്രിപുര എന്ന് പറയുന്ന ഒരു സംസ്ഥാനം. ആ ഒരു സംസ്ഥാനത്തിലൂടെ ഞങ്ങളിപ്പോ കയറി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ത്രിപുരയും ആസാമും തമ്മിലുള്ള മാറ്റം, അതുപോലെ തന്നെ നമ്മളുടെ നാടും തമ്മിലുള്ള മാറ്റം ഒക്കെ നമ്മൾക്ക് ഇനി കണ്ടറിയാൻ വേണ്ടി പറ്റും. ഇപ്പൊ തന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ റോഡ് മോശമാണ്. ഇതെന്താ പറയാ, കുണ്ടുപോയാണ് റോഡ്, ഒരു ചെറിയൊരു റോഡ്. അതിപ്പോ നാഷണൽ ഹൈവേ ആണ് കേട്ടോ, പക്ഷേങ്കിൽ നാഷണൽ ഹൈവേന്റെ ഒക്കെ വളരെ മോശമാണ്. ഏതായാലും ഇനിയുള്ള കാഴ്ചകൾ ത്രിപുരയുടെ കാഴ്ചകളാണ്. ഇനി നിങ്ങൾ കാണുന്ന ഓരോ വേണ്ടി മാറ്റി വെച്ച കാഴ്ചകൾ ത്രിപുരയുടേതാണ്. അതെ, ഇനിയുള്ള ഓരോ കാഴ്ചയും ത്രിപുര തരുന്നതാണ്.
ആസാമിൽ തന്നു. ആ ദിഗൽബാരി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. ഇവിടെ ഇങ്ങനെ വണ്ടി നിർത്തിയിട്ടുണ്ട്. ഇവിടെ ബോരി ഉണ്ട്, ബോരി കഴിക്കാം. പിന്നെ ചിക്കൻ ഉണ്ട്, ചിക്കൻ്റെ പൈസ കൊടുക്കട്ടെ. കുക്കു ചിക്കൻ വാങ്ങാൻ വേണ്ടി പോയി. ഇവിടുത്തെ പ്ലേറ്റാണ് കുട്ടികൾ പഠിക്കുന്ന ബുക്കിൽ നിന്നും പേപ്പർ ചീന്തി അതിലാണ് നമ്മൾ ദിമാപ്പൂരിൽ ഇങ്ങനെ കഴിച്ച്. ബോരി കുഴപ്പമില്ല, നല്ല ബോരിയാണ് കണ്ടില്ലേ, കഴിക്കാം. ത്രിപുര എന്നൊക്കെ പറയുമ്പോ നമ്മൾ ഇങ്ങനെയൊന്നല്ല ത്രിപുര എന്നൊക്കെ എഴുതിയിരുന്നത്. വളരെ എന്താ പറയാ, റോഡ് അടക്കം ഇപ്പൊ നാഷണൽ ഹൈവേ ആണ്, ഒക്കെ ടൈറ്റ് ആണ്. അതായത് വലിയൊരു ഡെവലപ്പ് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. എന്താ ഇപ്പൊ ചെയ്യാ. പിന്നെ റോഡ് വലിയ പ്രശ്നമൊന്നുമില്ല, അതുപോലത്തെ ചെറിയ റോഡാണെന്ന് തന്നെ ഉള്ളൂ. ടാറിങ് കാര്യമൊക്കെ ഉണ്ട് അല്ലേ? ടാറിങ് ഒക്കെ സെറ്റാണ്. ഉള്ളുവഴി ഇതിലൊക്കെ കയറേണ്ടി വരുമ്പോ അപ്പോൾ നമുക്ക് പ്രശ്നം വരിക. അപ്പൊ എന്തായാലും മോശം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് കുഴപ്പമില്ല. ഇവിടെ അധികം ഉള്ളത് ഓട്ടോറിക്ഷ കേട്ടോ, ഓട്ടോറിക്ഷയാണ്. ഇതിപ്പോ ഒരു നാഷണൽ ഹൈവേ ആണ്, ഇതിന് വലിയ വണ്ടികൾ ഒറ്റ ഒന്നും ഉണ്ടാവില്ല, ഒക്കെ നമ്മളതേപോലത്തെ അത് വരുന്നൊരു വലിയ വണ്ടിക്ക്. ത്രിപുരയിലും ഉണ്ടടാ നല്ല റോഡ്, നല്ല വീതിയും വിസ്താരമുള്ള റോഡ്, സുഖമായിട്ട് NH 208A. സൂപ്പർ റോഡ്. അതുപോലെ തന്നെ ത്രിപുരയിലും തേയിലയുണ്ട്, തേയിലത്തോട്ടമാണ് ആ കാണുന്നത്. നല്ല റോഡാട്ടോ, ഒരു രക്ഷയല്ല. നമ്മള് ത്രിപുരനെ നമ്മള് വരുന്ന ചാടല ഷോർട്ട് എന്നുള്ളത്. നമ്മള് വേറെ വഴിയിലൂടെ ഇങ്ങനെ പോത് ചാടിയതാണ്, കറങ്ങി നമ്മളെ അമ്മായി ഇറക്കിയതാണ്. അമ്മായിക്ക് തന്നെ പണി. അമ്മായി ഒരാളെ വട്ടം കറക്കാന്ന്, അതാണ് അമ്മായിക്ക് കറക്കി എടുക്കുക എന്നുള്ളത് വലിയ സംഭവമാണ് അമ്മായി. ഏതായാലും നല്ല റോഡ്. നീണ്ട് നിവർന്ന് കിടക്കുന്നു. ത്രിപുരയിലൂടെ പോകുന്ന NH 208A. ഇതില് നമ്മൾ തിരിയാണ്. ഇതുവഴി തിരിഞ്ഞിട്ട് നമ്മൾക്കൊരു സംഭവം കാണാനുണ്ട്, അത് കണ്ടിട്ടാണ് പോവാം അല്ലടാ. അത് കണ്ടിട്ട് പോയാൽ മതി. കൊറേ നമ്മള് പോന്നു തുടങ്ങിയിട്ട് അതെ. പുന്നകോടിയിൽ എത്തിയിട്ടുണ്ട്. പുന്നകോടിയിൽ നമ്മുടെ വണ്ടി അവിടെ നിർത്തിയിട്ട് പുന്നകോടിയിൽ അതായത് 1 കോടിക്ക് ഒരു ശില്പം കുറവ് എന്നുള്ള സംഭവമാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. ഒരു പരാതിയുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് ആ പരാതി സത്യമാണോ എന്ന് അറിയണം അല്ലേ. ഇവിടെ ഇഷ്ടം പോലെ ആളുകളാട്ടോ, നല്ല ആളുകളുണ്ടല്ലോ. മുമ്പ് വന്നവരൊന്നും ചിലപ്പോൾ ഇത്രയും സെറ്റപ്പിൽ ഇത് കണ്ടിട്ടുണ്ടാവില്ല കേട്ടോ. ഇത്ര ആളുകൾ വന്നോന്നേ മുമ്പുള്ളവർക്ക് അറിയില്ല. അതുപോലെ തന്നെ കച്ചവടങ്ങൾ കാര്യങ്ങൾ, ഇത് ഇവിടുത്തെ ഒരു പ്രധാന ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് മാറിയിട്ടുണ്ട് അല്ലേ. ഇവിടെ പിന്നെ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുക ഇവരുടെ പാൻ മസാല കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ടിക്കറ്റൊക്കെ ഉണ്ടോ? ടിക്കറ്റ് കൊണ്ടുപോകണം അല്ലേ. ആ ഗേറ്റിൽ കാണുന്ന ആ ഒരു രൂപമാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. അതായത് നമ്മൾ ഇങ്ങോട്ട് കയറുമ്പോൾ നമ്മളുടെ പേര്, അഡ്രസ്സ് വേണ്ടത്ത, ഞാൻ കേരളം എന്ന് എഴുതിയിട്ടുള്ളൂ. പിന്നെ നമ്മുടെ മൊബൈൽ നമ്പർ, എത്ര ആളുണ്ട് അതുപോലെ തന്നെ ഇതിനകത്തേക്ക് വാട്ടർ ബോട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല, ഫുഡ് ഭക്ഷണ പദാർത്ഥങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെയാണ്. അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ലാതെ ടിക്കറ്റ് കാര്യമൊന്നുമില്ല അല്ലടാ. എതിരെയാണ് വഴി, ഇങ്ങോട്ട് തന്നെയാവും അല്ലേ സംഭവം. ഇതാണ് നമ്മൾ കാണാൻ വേണ്ടി വന്നത്. ഇത് മാത്രമല്ല, ഇവിടെ അങ്ങനെ ഏകദേശം 99,99,999 ശില്പങ്ങൾ ഇവിടെ കൊത്തിയിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഇതിലങ്ങനെ വഴിയുണ്ട്, അതിലങ്ങനെ പോയി കഴിഞ്ഞാൽ ആ കാണുന്ന പാറമ്മ കൂടെ ഒക്കെ ഉണ്ട് അല്ലേ. 6-ാം നൂറ്റാണ്ടിലും 7-ാം നൂറ്റാണ്ടിലും ആയിട്ടാണ്, അതിനിടയിലായിട്ടാണ് നിർമ്മിച്ചതെന്നാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ എന്താ പറയുക അന്വേഷണത്തിൽ നിന്ന് അവർ കണ്ടെത്തിയ കാര്യം എന്ന് പറയുന്നത്. 6-ാം നൂറ്റാണ്ടിനും 7-ാം നൂറ്റാണ്ടിനും ഇടയിൽ അല്ലേ. കൊള്ളാട്ടാ, അടിപൊളി. താഴത്തേക്കൊക്കെ ഇഷ്ടംപോലെ വഴിയുണ്ട്, അതിലങ്ങനെ വഴിയുണ്ട്. വഴി അങ്ങനെ അങ്ങോട്ട് മേലേക്ക് വരെ ഉണ്ട്. ശരിയാ സ്റ്റെപ്പ് കണ്ടിട്ട് റങ്ക് പോരാ. നീ ഇവിടെ താഴത്തുണ്ട് അല്ലേ. ഇതിന് 2 ഐതിഹ്യങ്ങളാണുള്ളത്. അതായത് അതിലൊന്നെന്ന് പറയുന്നത് മഹാദേവനും ദേവന്മാരും ദേവതന്മാരും എല്ലാവരും പാടെ കാശിക്ക് പോകാറുണ്ട്. കാശിക്ക് ഇവർ നടന്നാണ് പോകുന്നത്. നടന്നു പോകുമ്പോൾ അതായത് ഇവർ നടന്നു വന്ന് ക്ഷീണം മാറ്റാൻ വേണ്ടി ഇരുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. ഈ ഒരു സ്ഥലത്ത് വന്ന് അവർ വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ്.
അപ്പോൾ ഏകദേശം സന്ധ്യാസമയമായി. അങ്ങനെ തലേ ദിവസക്കാർ നല്ല രീതിയിൽ നടന്നിട്ടുണ്ട്, നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാ ദേവന്മാരും ദേവിമാരും എല്ലാവരും വിശ്രമത്തിലാണ്. ആ ഒരു വിശ്രമത്തിൽ ഇവിടെ എന്താ പറയുക, ഇവിടെ നിൽക്കുന്ന സമയത്ത് മഹാദേവൻ അവരോട് പറഞ്ഞു എല്ലാവരും സൂര്യോദയത്തിന് മുമ്പായിട്ട് എണീറ്റിട്ട് നമുക്ക് നമ്മുടെ യാത്ര വീണ്ടും ആരംഭിക്കണം പറഞ്ഞു. അങ്ങനെ മഹാദേവൻ അങ്ങനെ പറഞ്ഞ് കിടക്കുകയും എല്ലാവരും ഇറങ്ങി. മഹാദേവനും എല്ലാ ദേവതമാരും ഒക്കെ ഉറങ്ങി. എല്ലാവരും ഉറങ്ങിയിട്ട് നേരം വെളുത്തു. സൂര്യോദയത്തിന് മുമ്പ് ഒരു ദേവനും ദേവതയും എണീറ്റില്ല. ആ ക്ഷീണം കൊണ്ട് അവിടെ മഹാദേവൻ മാത്രം എണീറ്റു. മഹാദേവൻ ഇത് കണ്ട മഹാദേവന് കലിപ്പായി. കാരണം ഇവരോടൊരു കാര്യം പറഞ്ഞിട്ട് അവരത് അനുസരിച്ചില്ലല്ലോ എന്നുള്ളതാണ്. അപ്പം തന്നെ മഹാദേവന് ഒന്നും നോക്കിയില്ല. അദ്ദേഹം ഒറ്റയ്ക്ക് കാശിയിലേക്ക് യാത്ര തിരിക്കുകയാണ്. കാശിയിലേക്ക് യാത്ര തിരിക്കുമ്പോൾ അപ്പം തന്നെ അദ്ദേഹം ഒരു എല്ലാ ദേവതമാർക്കും ഒരു ശാപം കൂടി നൽകുകയാണ്. അതായത് കൊടുത്തിട്ടാണ് പോയത്. ഈ 100 കോടിക്ക് 1 കോടി കമ്മി, അതായത് മൊത്തം 1 കോടി ആളുകളാണ്, ഭഗവാനടക്കം. അതിൽ ഭഗവാൻ ഒഴികെ ബാക്കി എല്ലാവരും പാടെ ഉള്ളത് 1 കോടി തികയില്ല. അങ്ങനെ 1 കോടി തികയാത്ത 1 കോടി എന്ന് പറയുന്നത് ഹിന്ദിയിൽ സത്യം പറഞ്ഞാൽ 1 കോടി അല്ലെങ്കിൽ 1 കോടി തികയില്ല. ഞാനീ പറഞ്ഞ 99,99,999 എന്നാണ് അതിൻ്റെ കണക്ക്. അപ്പോൾ ഇതിലൊക്കെ കുത്തിയുണ്ട്. അപ്പോൾ അങ്ങനെ ഭഗവാൻ അവർക്ക് എന്താ പറയുക, ഈ പറഞ്ഞ ശാപം കൊടുക്കുകയാണ്. അവരെല്ലാവരും കല്ലായിട്ട് മാറുകയാണ്. അതാണ് ഇത് ഇവിടുത്തെ ഒരു ഐതിഹ്യം എന്നുള്ളത്. ഇതിൽ ചെറിയൊരു ചോല വീഴുന്നുണ്ടല്ലേ, നന്നായി. ഇവിടെ ഇപ്പോൾ ഏകദേശം ഈ പറഞ്ഞ കണക്കിലുള്ള, അതായത് 1 കോടിക്ക് 1 കുറവെന്ന കണക്കിലുള്ള ശില്പങ്ങൾ ഇവിടെ ഉണ്ട് എന്നാണ്. പക്ഷേങ്കിൽ നമുക്ക് അത്ര അധികം ഒന്നും ഇവിടെ കാണാൻ വേണ്ടി പറ്റണില്ലെങ്കിലും അല്ലേ, അത്ര ഉണ്ട് എന്നാണ് ആർക്കോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കണക്കിൽ വരെ അവർ സൂചിപ്പിക്കുന്നത് കേട്ടോ. പിന്നെ ഇവിടെ നന്ദിദേവനെ കുത്തിയിട്ടുണ്ട് അല്ലേ. എടാ ഇതിനാണ് കേട്ടോ, ഇതാണ് 30 അടി. കാലഭൈരവ എന്ന് പറയുന്ന ശില്പം ഇതാണ്. ഇതിന് ഏകദേശം 30 അടിയോളം ഹൈറ്റ് വരുന്നുണ്ട്. ഇതിനും തന്നെ ചില കേടുപാടുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ സംഭവിച്ചു. അപ്പോൾ അതിലൊക്കെ ഇവിടെ എവിടെയാണ് പാറ കാണുന്നത് അതുമ്പോഴൊക്കെ ശില്പങ്ങൾ കൊത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിൽ നേരെ ഇങ്ങനെയും കയറാം, ഇതുവഴി ഇങ്ങനെയും പോവാം. നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു വഴിക്ക് പോകണം. ഇവിടെ എല്ലാവരും നല്ല ഭയഭക്തി ഇവിടെ തന്നെയാണ് എല്ലാവരും ഇവിടെ സന്ദർശിക്കുന്നത്. ടൂറിസ്റ്റ്, വെറുമൊരു ടൂറിസ്റ്റുകൾ എന്നുള്ള രീതിക്ക് അപ്പുറത്തേക്ക് ഭക്തർ എന്നുള്ള ഇതിലും കൂടിയാണ് ആളുകൾ ഇവിടെ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ മേലെ നിന്ന് താഴത്തേക്ക് ഇത്ര ഇറങ്ങി. ഇനി ഇതിലെ ഒഴുകുന്ന ചെറിയൊരു ചോലയാണത്. അതായത് ശിവഭഗവാന്റെ 2 അപ്പുറത്തെ സൈഡിലായിട്ട് 2 ദേവതന്മാരെ ശില്പങ്ങൾ കൊത്തിയിട്ടുണ്ട്. അതിലൊന്ന് പാർവതി ദേവിയാണെന്ന് പറയുന്നു, മറ്റേത് ആരാണെന്ന് നമുക്ക് അറിയാൻ വേണ്ടി പറ്റിയിട്ടില്ല. അപ്പോൾ ഇതാട്ടോ കാലഭൈരവ എന്ന് പറയുന്നത്. ശില്പം എന്ന് പറയുന്നത് ഇതാണ് കാലഭൈരവ ശില്പം. മേലത്തത് ഇതുപോലെ തന്നെയാണ്, പക്ഷേങ്കിൽ ഇത്ര വലുതല്ല അതിലെ. ഇതാണ് പ്രധാന ശില്പം എന്ന് പറയുന്നത്. കണ്ണുണ്ട്, അതുപോലെ തന്നെ നെറ്റി കൊള്ളാം. ഇത് കുറച്ചാവുമ്പോൾ കുറച്ച് സിമെൻറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അല്ലേ ഒന്ന് മോഡിഫൈ ചെയ്തു. പക്ഷേങ്കിൽ ചെയ്ത ആളുകൾ എന്താ പറയുക, കലയായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആളുകളെ പോലെ എനിക്ക് തോന്നുന്നു അല്ലേ. കലയായിട്ട് വലിയൊരു ബന്ധമില്ലാത്ത ആളുകളെ പോലെയാണ് നമുക്ക് തോന്നിയത്. ഏതായാലും അതവിടെ കേട്ടോ, നമുക്കിതിൽ മേലെ കയറിയിട്ട് അവിടെ എന്തൊക്കെയാണ് കാണാനുള്ളത് നോക്കാം. കാടിൻ്റെ അന്തരീക്ഷമൊക്കെ ഉണ്ട്. ഇവിടെ ഒന്ന് തൊഴുത് ഞങ്ങൾ അല്ലേ. ഇതിൻ്റെ 3 സൈഡിലും ശില്പങ്ങളുണ്ട് എന്നുള്ളതാണ്. ഇനി മേലേക്ക് പോയി നോക്കാം. ഏറ്റവും മേലെയായിട്ട് ആൽത്തറയുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് ഒരുപാട് ശില്പങ്ങൾ വരെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതാണ് ഏറ്റവും ടോപ്പിൽ വന്നാൽ നമുക്ക് കാണാവുന്നൊരു കാഴ്ച. പിന്നെ അവിടെ പ്രത്യേകതര പൂജ കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അത് പല ഭാഗത്തുമുണ്ട് അല്ലടാ. ഇനി നമുക്കിവിടെ കുറച്ച് താഴത്തേക്ക് ഇറങ്ങാം. ഒരു ഐതിഹ്യം കൂടി ഉണ്ട്, പറഞ്ഞുതരാം. ഞങ്ങളിനി മേലിന് താഴത്തേക്ക് പോകുന്നത് ടൈറ്റ് ഏരിയ കൂടിയാണ്, കടും കുത്തനത്. ഇവിടെയൊക്കെ ഇതേപോലെ ഈ പാറയിലൊക്കെ നല്ല ശില്പങ്ങൾ കൊത്തിയിട്ടുണ്ട്. നമ്മൾക്ക് 1 കോടിക്ക് 1 കുറവ് എന്ന്. അപ്പം അത്രയും എണ്ണത്തിലുള്ള ശില്പങ്ങൾ ഇവിടെ കാണാൻ വേണ്ടി പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ
നമ്മൾ അത്ര സൂക്ഷ്മതയോടൊക്കെ ചിലപ്പോൾ നോക്കേണ്ടി വരും. ചിലപ്പോൾ ചെറിയ പാറയിൽ വരെ ചെയ്തിട്ടുണ്ടാവാം, പറയാൻ പറ്റില്ല. പിന്നെ അത് മാത്രമല്ല ഇവിടെ ചിലപ്പോൾ വല്ല പ്രകൃതിക്ഷോഭം സംഭവിച്ചിട്ട് അത്തരത്തിൽ നശിക്കപ്പെട്ടതും ഉണ്ടാവാം. ഏതായാലും അതുണ്ട്, അങ്ങനത്തെ ഒരു കണക്കാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പിന്നുള്ളൊരു ഐതിഹ്യം എന്ന് പറയുന്നത് ഇവിടെ ഒരു കല്ലുപണിക്കാരൻ, കല്ലു എന്ന് പറയുന്ന ഒരു കല്ലുപണിക്കാരൻ, അതായത് ശില്പി ഉണ്ടായിരുന്നു. അദ്ദേഹം ശിവൻ്റെ പാർവതിയുടെയും അതിയായ ഭക്തനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനൊരു മോഹം കൈലാസത്തിൽ ജീവിക്കാൻ വേണ്ടി, കൈലാസത്തിൽ വസിക്കാനും കൈലാസത്തിൽ തുടർന്നുള്ള ജീവിതം കൈലാസത്തിലാവാനും അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ആഗ്രഹം. അപ്പോൾ അദ്ദേഹം അങ്ങനെ ശിവനെ പ്രാർത്ഥിക്കും, ശിവനോട് പറയും എനിക്ക് കൈലാസത്തിൽ അങ്ങയുടെ കൂടെ തന്നെ വസിക്കാൻ ആണ് ആഗ്രഹം എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഭഗവാൻ ആഗ്രഹം സാധിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേങ്കിൽ ഒരു നിബന്ധനയുണ്ട്. ആ നിബന്ധന അതാണ്, ഒറ്റ രാത്രി കൊണ്ട് 1 കോടി ശില്പങ്ങൾ ഇവിടെ കൊത്തി ഉണ്ടാക്കണം. ആകെ കൊടുത്തുള്ള സമയം എന്ന് പറഞ്ഞാൽ ഒരു രാത്രിയാണ്. ഒരു രാത്രി കൊണ്ട് 1 കോടി ശില്പങ്ങൾ കൊത്തിയെടുക്കണം. അങ്ങനെ അദ്ദേഹം അറിഞ്ചം പൊറിഞ്ചം കൊത്തിയതാണ് ഈ കാണുന്ന ശില്പങ്ങൾ ഫുള്ള്. അതിൽ 1 കോടിക്ക് 1 കുറവ്. അതുകൊണ്ട് തന്നെ എന്തായി, ആ ആഗ്രഹം ശിവന് സാധിച്ചു കൊടുക്കുക. അതായത് നിബന്ധന ഫുള്ളായിട്ട് പാലിച്ചില്ല. അതുകൊണ്ട് കൈലാസത്തിൽ ജീവിക്കണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു മോഹം നടന്നില്ല, പോയി കിട്ടി. അങ്ങനെയാണ്, അതാണ് ഒരു ഐതിഹ്യം എന്നുള്ളത്. പിന്നെ അത് മാത്രമല്ല, ഇവിടുത്തെ ഗ്രാമീണർ പറയുന്നത് ഇത് കല്ലു, ഇവിടുത്തെ ഈ പറയുന്ന ഈ ശില്പി കല്ലു എന്ന് പറയുന്ന ഒരു ശില്പി തന്നെയാണ് ഇത് നിർമ്മിച്ചത് എന്നാണ്. അങ്ങനെ എന്താ പറയുക, രണ്ട് കാര്യങ്ങളുണ്ട്, മൊത്തം 3 കാര്യമുണ്ട്. അതായത് ഇതിനെന്തിനും ഒരു ചരിത്രം ഉണ്ടാവും. ചരിത്രമാണ് ഞങ്ങൾ ഫസ്റ്റ് പറഞ്ഞത്, 6-7 നൂറ്റാണ്ടുകൾ നിർമ്മിച്ചത്. പിന്നുള്ളത് ഐതിഹ്യം, അതായത് ഓരോന്നിനും ഓരോ കാര്യങ്ങളല്ലേ. അപ്പോൾ അതിൽ നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല വ്യൂ ഉണ്ടല്ലേ, ആ ഒരു ദേവി ശില്പത്തിനൊക്കെ. അതുപോലെ തന്നെ അതിൻ്റെ മേലായിട്ട് കാണുന്ന ഈ ഒരു ശില്പം, ഇവിടെ ഈ ഒരു പാറയിൽതാ എല്ലാത്തിലും സംഭവം നല്ല രീതിയിൽ കൊത്തി വെച്ചിട്ടുണ്ട്. കൊള്ളാം. ഈ മേലേക്ക് അങ്ങനെ നമ്മൾ വണ്ടീൻ്റെ അടുത്തേക്ക് പോകലടാ, വണ്ടീൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ പിടിക്കാം. പിന്നെ അത് മാത്രമല്ല, ഇതിൽ കുറേ ശില്പങ്ങൾ ഇവിടെ ചെറിയൊരു പ്രകൃതിക്ഷോഭം ഉണ്ടായിട്ടുണ്ടാവും, അതിലൊക്കെ കിടക്കുന്നുണ്ട്, അതിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ മിക്കവാറും അതിൻ്റെ മണ്ണിനടിയിലൊക്കെ പെട്ടിട്ടൊക്കെ ഉണ്ടാവാം. ഏതായാലും ഇപ്പം നമുക്ക് 1 കോടി പോയിട്ട് 1 ലക്ഷം പോയിട്ട് 1000 എണ്ണം ഇവിടെ നിന്ന് എണ്ണിയാൽ പോലും ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. അങ്ങനെയൊക്കെയാണ്. എന്നാൽ പിന്നെ ഞങ്ങൾ ഇവിടെ ഇറങ്ങട്ടെ. ഞങ്ങളങ്ങനെ ഹൈവേയിൽ കയറിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ പോകുന്നത് ത്രിപുരയുടെ ക്യാപിറ്റലായിട്ടുള്ള അഗർത്തലയിലേക്കാണ്. അഗർത്തലയിലേക്ക് ഇവിടുന്ന് കാണിക്കുന്നത് 140 ഗൂഗിളാട്ടാ 140 കിലോമീറ്റർ, 140 കിലോമീറ്റർ. ഇതുപോലെ നല്ല റോഡാണെങ്കിൽ നമുക്ക് തന്നെ എത്താം. എന്തായാലും ഞങ്ങൾ അഗർത്തല കയറാൻ വേണ്ടി കയറുന്നില്ല. ഇന്നൊരു 120 കൂടി അടിച്ചിട്ട് ഇടയിലേക്ക് സൈഡാവും. കാരണം ടൗണിന്റെ ഒക്കെ നടുവ് കയറി കഴിഞ്ഞാൽ നമുക്ക് കിടക്കാൻ തരം കിട്ടൂല. അപ്പൊ അതിനൊക്കെ നല്ലൊരു 100-120 കോടിയിട്ട് നിർത്തുകയാണ്. റോഡ് നല്ലതാണെങ്കിൽ പോലും ഇന്ന് അത്രേ ഓടുള്ളൂ. പോലീസ് വീണ്ടും പിടിച്ചു. ത്രിപുര പോലീസ് പിടിക്കുന്ന കേട്ടാ. നമുക്ക് എന്ത് ഇത്ര ചെക്കിങ് ആവും? നല്ല ചെക്കിങ് ഉണ്ട്. ഞങ്ങള് ഇപ്പൊ നമ്മള് ബോർഡറിൽ കയറി ഇറങ്ങിയപ്പോഴും രണ്ടാമത്തെയാണിത്. ഇവിടെ അവര് ക്യാമറ ഒക്കെ ഉണ്ട്, സ്പീഡിനല്ലേ എല്ലാം വെച്ചിട്ടുള്ള ചെക്കിങ് ആണ്. കൈ കാട്ടി നിർത്തി. എന്താണ് വണ്ടിയിലുള്ള സാധനങ്ങൾ കാണിച്ചു കൊടുത്തു. പായ്യാരക്കെട്ട് കണ്ടു. അവർക്ക് തിരുപ്പതിയായി. ഒരു എന്താ അവിടെ, ഞങ്ങൾ ടൂറിസ്റ്റ് ആണ്, യൂട്യൂബേഴ്സ് ആണ്. ആള് ഇന്ത്യ ട്രാവൽ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അതില് പിന്നെ ജയിക്കണ്ടൊക്കെ തന്നു. ഒക്കെ ഹാപ്പി ജേണിയായി. അങ്ങനെ കൊണ്ട് ഞങ്ങൾ യാത്ര ആരംഭിച്ചു. അങ്ങനെയൊക്കെ ഒരു കഥ. അതെന്തായാലും ഇവിടെ ഇവരുടെ പോലീസുകാര് ഉള്ള കാര്യം പറയാലോ, അടിപൊളിയാട്ടാ. നമ്മളിപ്പോ കണ്ട 2 ടീമും ഓക്കെയാണ്. ശരിയാണ്. അല്ലാതെ ഈ എന്താ പറയാ ആകമ്പോന്നില്ല, ഒച്ചപൊളിയൊന്നുമില്ല. ഒരു സോഫ്റ്റ് മൈൻഡില് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമ്മളെ കൊണ്ട് വെക്കണമാര് നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാല്. എന്നോട് വണ്ടിന്റെ പേപ്പർ ഓക്കെയാണോ ചോദിച്ചു. പേപ്പർ ഓക്കെയാണോ പറഞ്ഞു. ലൈസൻസ് ഉണ്ടോ ചോദിച്ചു. ആ ഉണ്ട് പറഞ്ഞു. ഞാൻ കുക്കുനോട് പറഞ്ഞു ഞാൻ പേപ്പർ എടുത്തു കണ്ടു പറഞ്ഞു. അയാൾ പറഞ്ഞേ അത് കാണുമൊന്നും വേണ്ട, ഓക്കെ ആണോ? ഓക്കെ ആണ്, എന്നാ വിട്ടോ. ആ സൈഡില് കാണുന്ന ഷോപ്പ് എന്താ പറയാ, ഇഷ്ടികയാണ്. ഈ ഇഷ്ടിക എന്തിനാ അവർ ഉപയോഗിക്കണമെന്ന് ചോദിച്ചാല്
നമ്മുടെ മെറ്റലല്ലേ കോൺക്രീറ്റിന് ഉപയോഗിക്കാം. ഇവര് അതിന് പകരം ഇഷ്ടിക പൊടിച്ചാണ്ട് ഇഷ്ടിക മെറ്റലിന്റെ അത്ര വലുപ്പാക്കിയിട്ട് അതുകൊണ്ടാണ് ഇവര് വീടൊക്കെ ഇഷ്ടിക കൊണ്ടാണ്, വീടല്ല ബിൽഡിംഗ് ഒക്കെ ഇഷ്ടിക കൊണ്ടാണ് ഇറങ്ങുന്നത്. വീടൊക്കെ ഇഷ്ടികയാണ്. അല്ലാതെ ഇവരടുത്ത് വലിയ പാറകളില്ല, നമ്മളവിടെ കരിങ്കല്ല് വെട്ടണ പോലെ കല്ലായിട്ടൊന്നുമില്ല, അതില്ല അവിടെ. എന്തില്ല ഈ പറഞ്ഞ വലിയ വലിയ പാറകളില്ല. അപ്പൊ ഇവർ ഇത്ര ഇഷ്ടികകൾ ചുട്ടെടുത്ത് ഉണ്ടാക്കി അത് പിന്നീട് പൊടിച്ചിട്ടാണ് ഇവര് കോൺക്രീറ്റ് ചെയ്യണത്. അതുപോലെ തന്നെ ഈ റോഡ് ടാറിങ്ങിന്റെ താഴത്തൊക്കെ ഇവര് വിരിക്കുന്നതൊക്കെ ഇത്തരത്തിലുള്ള ഇഷ്ടിക കല്ലുകളാണ്. പിന്നെ ഉള്ളത് ഈ മണലല്ലേ, ഈ മണ്ണാണ്. സാധാ നമ്മൾ ആസാമിൽ ഇവിടെ കാണുന്ന പോലുള്ള മണ്ണാണ്. മല ഉണ്ട് ഇവിടെ, മല ഇല്ലാത്ത കേസല്ല. പക്ഷേ മലയും മണ്ണുമലയാണ്, പാറമലയല്ല. വേറെ തൊട്ട പൊടിയുടെ സൈസിലെ മണ്ണ്. അതാണ് ഇവിടെ, അതാണ് ആ പ്രശ്നം. അതുകൊണ്ടാണ് അവര് അത് ഉപയോഗിക്കുന്നത്. ഇഷ്ടികയാണ് ഇവിടെ കൂടുതലായിട്ട് അവർ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ മുള മുടഞ്ഞു കെട്ടിക്കൊണ്ടാണ് വീടിന്റെ ചുമരൊക്കെ അവര് നിർമ്മിക്കുന്നത്. നമ്മൾ പോണ വഴിയിൽ നമ്മൾ പോകേണ്ട വഴിയാണത്, അകർത്തലേക്ക് പോകുന്ന വഴിയാണ്. പോകുന്ന വഴിയിൽ വീണ്ടും ചെക്കിങ്ങുകളുണ്ട്. എന്താ സംഭവം അറിയണല്ലോ. അപ്പോൾ ഇവിടെ നമ്മളെ രാവിലെ കുറച്ച് ചിക്കൻ കിട്ടീന് ഞങ്ങൾക്ക് അല്ലേ. അപ്പോൾ ഇന്ന് കുറേ ആയി നമ്മൾ ചിക്കൻ വെച്ചിട്ട് നമ്മളെ മാർക്കറ്റ് കത്തി എന്താ സൈക്കിള് ഒറിജിനൽ നമ്മോട് 600 പറഞ്ഞത്, നമുക്ക് 250 അങ്ങനെയെങ്കിൽ നമ്മൾ വാങ്ങിയിരുന്നത് ഒരു പ്രായ ആളായിരിക്കുന്ന മൂപ്പര് ഇങ്ങനെയൊക്കെ വെട്ടിയിരിക്കണേ. മൊത്തത്തിലായില്ല, ഞാൻ മാത്രം മതി. വെട്ടുകൊണ്ടിരിക്കണ്, മുറിഞ്ഞിട്ടില്ല. മുറിച്ചണം, അറുക്കണം, നന്നായിട്ട് അറുക്കണം പറഞ്ഞത്. പക്ഷെ നല്ല പീസ് വെക്കട്ടോ ചേട്ടൻ തന്നെ, ലെഗ് പീസൊക്കെ ആണ്. മസാലകൾ കൂട്ടുകയാണ്. മസാലയൊക്കെ ഒരു എന്താ പറയുക, പകുതിക്കെന്നാണ് അതൊക്കെ കാണിക്കണം. നേരെ വിശക്കുണ്ടേ ഇപ്പോൾ പോകും നമ്മൾ. ഇത് നിലത്ത് നമ്മളുടെ ചമ്മന്തി അത് കലക്കി പോരാ. ഇതിനൊന്നും ഇങ്ങനെ ആട്ടിയിട്ട് വെറുതെ മുളകൊന്നും കളയണ്ടല്ലോ. ഈ ഉപ്പ് വേണ്ട അതെന്താ വെച്ചാൽ ഞാൻ ഉപ്പിട്ടത് ആവശ്യത്തിന് മതി. എന്നിട്ട് പിന്നെ നമ്മളെ സാധാ പൊട്ട പരിപാടി വെളിച്ചെണ്ണ വെച്ച് ഇല്ല, വെളിച്ചെണ്ണ വെച്ചില്ല. വെളിച്ചെണ്ണ അരിയണോ ലൂസായണോ? എൻ്റെ കാലിൻ്റെ വീട്ടിലാണ് വേണം. അവനല്ല അവൻ വെളിച്ചെണ്ണൻ്റെ ഒക്കെ ഷേപ്പ് മാറി, കുട്ടിക്ക് ഷേപ്പില്ലാതെ ഉരുകും. ഇതാകണേ അടച്ചേക്കണ ചടങ്ങിലേക്ക് അടച്ച ചുഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് വേഗട്ടെ വന്നിട്ട് തിന്നണ കാണിച്ചു. അതെ, വിശക്കുണ്ട്, നല്ല വിശപ്പുണ്ട്. ചട്ടി റോഡല്ല, ചട്ടി ചോറ് പറഞ്ഞാണ് റോഡായി പോയി. ഞാൻ പറയിടൊക്കെ തെറ്റി പോകണില്ല ദൈവമേ, താ കാണുന്നില്ലേ ചട്ടിച്ചോറ. ചട്ടിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചട്ടിച്ചോറ്. ചട്ടിയിൽ ഉണ്ടാക്കിയതല്ല, നമ്മളത് ഇന്നലത്തെ ചോറ് നമ്മൾ കുക്കറിൽ നിന്ന് ഇറക്കി വെച്ചിട്ട് കുക്കറിലവിടെ നമുക്ക് രാത്രിയേക്കും ചോറ് വെച്ചിട്ടുണ്ട്. അതിനായിട്ട് ഇനി വേറെ നിർത്തണ്ട, അതിനായിട്ട് ഇനി അടുപ്പ് കത്തിക്കണ്ടേ. വേറെ സ്ഥലം കിട്ടൂല പിന്നെ മര്യാദ. സ്ഥലം കിട്ടാത്ത കേസ് നമ്മൾ പരിഹരിക്കാൻ നോക്കിക്കോ. അതിനായിട്ട് 2 പണി എടുക്കണ്ടല്ലോ, ഒരു പണി എടുത്താൽ പോലെ. ഓക്കെ ഓക്കെ. ഈ കറി തന്നെയാണ് കറിക്കും. കറിയൊക്കെ ഷടപ്പെട്ടേന്ന് പറഞ്ഞോണ്ടേ പെട്ടെന്ന് അയക്കണം. ആയി നല്ല ചൂടുണ്ടാവും. അനക്ക് മറ്റേ സാധനമാണ് കുറേ കിട്ടി. ഏത് കക്ക് പോരെ? മതി ഗ്രേവി മതി വേണമെങ്കിൽ എടുക്കാമല്ലോ. വേണമെങ്കിൽ എടുക്കാക്കല്ലേ, കാരണം എന്താ വെച്ചാലേ രാത്രി കേൾക്കില്ല. രാത്രിക്ക് മാത്രമല്ല, നാളെ ഉച്ചയ്ക്കും കൂടി കുറച്ചുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് നമ്മൾ വേറെ തപ്പണ്ട. ശരി. എന്താ പറയാ എങ്ങമാരെ, മുട്ടിന്
ചെക്കിങ്ങാ. ഫസ്റ്റത്തെ പിന്നെ പോട്ട് ചെയ്യാം. ഫസ്റ്റത്തെ പോട്ടെ, സെക്കൻഡ് പോട്ടെ, പോട്ടെ. ഇതിപ്പോ 4ാമത്തെ ചെക്കിങ് ആയി. ഉണ്ടാവും. ആ പുട്ടിന് തേങ്ങട്ടമാര് ചെക്കിങ്. ഇതെന്തത്? അത് ഞാൻ ചോദിച്ച സാറിനോട് ഇവിടെ എന്തത്ര ചെക്കിങ്, എന്തേലും പ്രശ്നമുണ്ടോ? ഇല്ല, പ്രശ്നമല്ല, ഡെയിലി ഉള്ള ചെക്കിങ് ആണത്. 2 സ്ഥലത്ത് നമ്മളുടെ വണ്ടി നമ്പർ, മൊബൈൽ നമ്പർ, അഡ്രസ് അത് കൊടുത്ത്, ഇവിടെ നമ്മുടെ വണ്ടിന്റെ നമ്പർ അടിച്ചു നോക്കിയിട്ട് ഒക്കെ ഓക്കെയാണ്. അതിൽ ഒരു കേരളം, മലപ്പുറം, വണ്ടൂർ, നിലമ്പൂർ, നിലമ്പൂർ. എന്താ ഏതായാലും കുഴപ്പമൊന്നുമില്ല, അങ്ങനെ വിട് തന്നെയാണ് എല്ലാരും. പ്രശ്നമൊന്നുമില്ല. ഇവര് പക്ഷെ ഇവർക്ക് എല്ലാ ഡോറും തുറന്നു കൊടുക്കണേ. അതെ, വെറുതെ ചെക്ക് ചെയ്ത് പോകണ തിരക്കുള്ള വണ്ടി ഓഫ് ചെയ്ത് ഈ 3 ഡോർ ഡിക്കി അടക്കം തുറന്ന് കാണിച്ചു കൊടുക്കണം ഒന്നുമില്ല എന്നുള്ളത്. ഇതെന്താണ്, എന്ത് സാമാനാണ് നിങ്ങളടുത്ത്? ഞാൻ പറഞ്ഞു ടൂറിസ്റ്റ് ആണ്, അതൊക്കെ ഞങ്ങളുടെ യാത്രക്ക് ആവശ്യമുള്ള സാമാനാണ്. നമുക്കാണെങ്കിൽ ഹിന്ദി അറിയില്ല, പല ഭാഷ തീരെ അറിയില്ല. ഇവരാണെങ്കിൽ പല ഭാഷയിൽ എന്തൊക്കെ പറയുന്നു. ലാസ്റ്റ് പിന്നെ അവിടെ വിടും. പോലീസ് കുടിച്ചു കുടിച്ചാ പേടിയുടെ മാറിക്കിട്ടും. ഇനി അടുത്ത എവിടാണാവോ? ഇനി ഉണ്ടാവും ഇവിടുത്തെ 5 കിലോമീറ്റർ പോയാ. ഞാൻ ചില വീഡിയോകളിലൊക്കെ കണ്ടിട്ടുണ്ട് ത്രിപുരയിലൂടെ ഒക്കെ സഞ്ചരിച്ച ആളുകളുടെ. നമുക്ക് നമ്മൾ ഈ സഞ്ചാരം എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റുള്ള യൂട്യൂബേഴ്സിൻ്റെതും അതുപോലെ തന്നെ ട്രാവലിംഗ് ചെയ്യുന്ന ഡോക്യുമെന്ററി കാര്യങ്ങളൊക്കെ കണ്ടിട്ടൊക്കെ തന്നെയാണ് നമുക്ക് ഇതിനുള്ള അറിവും കാര്യമൊക്കെ കിട്ടുന്നത്. അപ്പൊ അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് ത്രിപുരയിലൂടെ ഒക്കെ റോഡ് വളരെ മോശമാണെന്നുള്ളത്. ആയിരുന്ന കാലം ഉണ്ടായിട്ടുണ്ടാവും, പക്ഷെങ്കിൽ ഇപ്പൊ മിയാണ്. ഈ റോഡ് സത്യം പറഞ്ഞാല് എന്താ പറയാ, കിലോമീറ്റർ കണക്കിന് ഞങ്ങൾ പോകുന്നതാണ്. ഒരു കുണ്ടും കുഴിയും ഈ റോഡില്ല. റോഡ് കണ്ടാൽ തന്നെ അറിയാം ഇത് പുതിയ റോഡാണെന്നുള്ളത്. കുണ്ടും കുഴി ഇല്ലാതെ തന്നെ ഉള്ളൂ. മുട്ടിന് പോലീസ് ചെക്കിങ് ഉണ്ട്. ഇവിടെ എന്തൊക്കെ പ്രശ്നം? അപ്പൊ ഞാൻ ഒരെന്തോ ഒരു പ്രശ്നം എന്നോട് പറഞ്ഞിക്ക് തോന്നുന്നു. ബംഗ്ലാദേശുകാര് കയറുന്നുണ്ടോ ഡൗട്ട് ഉണ്ട്. അല്ലേ, ബംഗ്ലാദേശ് എന്നാലും എടുത്തു പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് ഡൗട്ട് എന്താ വെച്ചാല് ബംഗ്ലാദേശുകാര് നന്നായിട്ട് കയറുന്നുണ്ടോ ഡൗട്ട് ഉണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള ചെക്ക് ചെയ്യും. പിന്നെ അത് മാത്രല്ല ഇപ്പൊ ഈ മണിപ്പൂരിൽ നടക്കുന്ന വിഷയം, അത്തരം കേസ് കൊണ്ടൊക്കെ ആവാം. ഏതായാലും ഇന്നത്തെ ദിവസം ഇവിടെ അണയാൻ വേണ്ടി പോകണ സുഹൃത്തുക്കളെ. ഇന്നിപ്പോ സമയം ഇവിടെ 4 മണി കഴിഞ്ഞ് 4:12 ആയിരിക്കുകയാണ്. സൂര്യാസ്തമയത്തിനുള്ള നേരമായി. പോക്കുവെയിലാണ്. പോക്കുവെയിൽ എന്ന് പറഞ്ഞ അപ്ഡേറ്റ് ഒരു ദിവസത്തിലെ 2 മനോഹരമായ നിമിഷങ്ങളാണ്. 2 മനോഹരമായ നിമിഷമാണ് നമുക്കുള്ളത് ഒരു ദിവസം. അതൊന്ന് പുലർക്കാല വേള, ഒന്ന് അസ്തമയ വേളയാണ് അല്ലെ. ആ 2 നേരത്തെ നമുക്ക് സഞ്ചരിക്കാനും അതുപോലെ തന്നെ നമ്മൾക്ക് ഒന്ന് പുറത്തിറങ്ങി നിൽക്കാനും എല്ലാം കൊണ്ട് നമ്മുടെ ശരീരത്തിന് ഉന്മേഷമൊക്കെ തരുന്ന ഒരു സമയമാണ്. അപ്പൊ ഈ സമയം ആയിരിക്കാണ്. ഇപ്പൊ എവിടെയൊക്കെ ഒന്ന് അണയണം. കുണ്ടും പോയി ഇല്ലാറാപ്പത്തി അവിടെ ഉയർത്തി കഴിഞ്ഞാൽ കഴിഞ്ഞു. അത്രക്കൊന്നുമില്ല, ചെറുതായിട്ടൊന്നുമില്ല. വെറുതെ ഒരു തോണ്ടിപ്പുരിയാണ് ഉണ്ടായിരുന്നു. പിന്നെ ടോളില്ല, സുഖസുന്ദരമായിട്ട് പോവാം. ഏതായാലും ഞങ്ങൾ എവിടെയൊക്കെ അണയാനുള്ള സ്ഥലം നോക്കട്ടെ. ഇന്നത്തെ കഥ ഇവിടെ വരെ ഓക്കെയാണ്. റോട്ടില് തീർക്കാന്നാണ് ഞങ്ങൾ കരുതണം. ചെങ്ങൈമാരെ ഞാൻ കൊക്കും അങ്ങനെ കിടന്നു. നല്ല തണുപ്പുണ്ട് കേട്ടോ ത്രിപുരയില്. കൊള്ളാം. നല്ല സ്ലീപ്പിംഗ് ബാഗ് ഇട്ട് ഞങ്ങൾ ഉറങ്ങാന്നുള്ള പരിപാടി തന്നെയാണ്. നാളെ നമുക്ക് ഇവരുടെ ക്യാപിറ്റലൊക്കെ പോയിട്ട് അവിടെ കാണാനൊക്കെ കണ്ടിട്ട് പിന്നത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ തീരുമാനിക്കണം. ഇന്നിപ്പോൾ ചോറുന്നു കിടക്കാണ്. ഇനിയിപ്പോൾ ഒന്നുമില്ല, ഉറങ്ങാം. രാവിലെ നാളെ ഉണ്ടാകും പോലീസ് ചെക്കിങ് കാര്യങ്ങളൊക്കെ. ഇവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട്, അത് നമുക്കാണെങ്കിൽ മനസ്സിലാവണമില്ല. എന്നാ പിന്നെ അങ്ങനെ 7 വീഡിയോ കൊണ്ട് വൈൻഡപ്പ് ചെയ്യണം. അടുത്തല്ല വീഡിയോ നാളെ വരാം. ഓക്കെ, ബൈ, ഗുഡ് ബൈ.